أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഇന്ന് വിവരിക്കുന്ന സരിയ അഥവാ യുദ്ധനീക്കങ്ങളിലൊന്ന് സരിയ അബ്ദുല്ലാഹ ബിൻ റവാഹ ആകുന്നു. ഇത് ഖൈബറിലെ അസീർ ബിൻ റസാമിൻ്റെ അടുക്കലേക്കാണ് നിയോഗിക്കപ്പെട്ടത്. ഇതിനെ സംബന്ധിച്ചാണ് ആദ്യം പറയുന്നത്. അബ്ദുല്ലാ ബിൻ റവാഹയുടെ ഈ സൈനിക നീക്കം ഹിജ്രി 6-ാം വർഷം ശവ്വാൽ മാസത്തിലാണ് ഉണ്ടായത്. ഇതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു, അബൂ റാഫി സലാം ബിൻ ഹക്കീഖ് കൊല്ലപ്പെട്ടപ്പോൾ യഹൂദികൾ അസീർ ബിൻ റസാമിനെ തങ്ങളുടെ നേതാവായി നിശ്ചയിച്ചു. അയാൾ യഹൂദികൾക്കിടയിൽ പ്രഭാഷണം നടത്തി പറഞ്ഞു, ദൈവത്താണേ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം യഹൂദികളിൽ ആരുടെയെങ്കിലും അടുക്കലേക്ക് പുറപ്പെടുകയോ അല്ലെങ്കിൽ തൻ്റെ കൂട്ടുകാരിൽ ആരെയെങ്കിലും അയക്കുകയോ ചെയ്യുമ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ച വിധത്തിൽ വിജയം നേടുന്നു. പക്ഷെ ഞാൻ എൻ്റെ കൂട്ടുകാർ ആരും ചെയ്യാത്ത ഒരു കർമ്മം ചെയ്യുന്നതാണ്. യഹൂദികൾ ചോദിച്ചു, നീ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? അസീർ ബിൻ റസാം പറഞ്ഞു, ഞാൻ ഗത്ഫാൻ ഗോത്രത്തിലേക്ക് പോയി അവരെല്ലാവരെയും ഒരുമിച്ച് കൂട്ടും, പിന്നെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തേക്ക് നീങ്ങുന്നതാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് തള്ളിക്കയറും. തങ്ങളുടെ ശത്രുക്കളുടെ വീട്ടിലേക്ക് ഇങ്ങനെ ഇരച്ചു കയറുമ്പോൾ തീർച്ചയായും അവർക്ക് തങ്ങളുടെ ഉദ്ദേശത്തിൽ വിജയം കിട്ടാറുണ്ട്. അപ്പോൾ യഹൂദികൾ പറഞ്ഞു, നിങ്ങളുടെ ചിന്താഗതി വളരെ നല്ലതാണ്. അങ്ങനെ അയാൾ ഗത്ഫാന്റെയും മറ്റ് ഗോത്രങ്ങളുടെയും അടുക്കലേക്ക് പോയി അവരെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരിൽ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി ഒരുമിച്ച് കൂട്ടാൻ തുടങ്ങി. ഈ വാർത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് കിട്ടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാർത്തയുടെ യാഥാർത്ഥ്യം വ്യക്തമായി മനസ്സിലാക്കുന്നതിന് വേണ്ടി അബ്ദുല്ലാ ബിൻ റവാഹയെ മറ്റ് 3 ആളുകളോടൊപ്പം രഹസ്യമായി റമദാൻ മാസത്തിൽ പറഞ്ഞയക്കുകയുണ്ടായി. ഇതിൻ്റെ വിശദീകരണത്തിൽ ഹദരത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് എഴുതുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ അവസ്ഥകളെ സംബന്ധിച്ച് അറിയിപ്പ് ലഭിച്ചപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടൻ തന്നെ തൻ്റെ ഒരു അൻസാരി സഹാബിയായ ഹസ്രത്ത് അബ്ദുല്ലാഹ് ബിൻ റവാഹയെ മറ്റു 3 സഹാബാക്കളോടൊപ്പം ഖൈബറിലേക്ക് പറഞ്ഞയച്ചു. അവരോട് താക്കീത് ചെയ്തുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ രഹസ്യമായി പോയി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വേഗം തിരിച്ചു വരേണ്ടതാണ്. അങ്ങനെ ഹസ്രത്ത് അബ്ദുല്ലാ ബിൻ റവാഹയും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും പോയി വളരെ രഹസ്യമായി എല്ലാ അവസ്ഥകളെയും സംബന്ധിച്ച് മനസ്സിലാക്കി തങ്ങൾക്ക് കിട്ടിയ വാർത്തകളെല്ലാം ശരിയാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്ത് തിരിച്ചു വന്നു. ഇക്കാര്യത്തിൽ അബ്ദുല്ലാ ബിൻ റവാഹയും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും എത്രമാത്രം ജാഗ്രത പുലർത്തിയെന്നാൽ ഖൈബറിൻ്റെ കോട്ടകളുടെ ചുറ്റുവട്ടത്തും ചുറ്റിത്തിരിഞ്ഞ് അസീർ ബിൻ റസാമിൻ്റെ സദസ്സിൻ്റെ അടുത്തുവരെയും എത്തുകയും അങ്ങനെ അസീറിൻ്റെയും അയാളുടെ കൂട്ടുകാരുടെയും സംസാരങ്ങൾ നേരിട്ട് കേൾക്കുകയും അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെതിരിലുള്ള പദ്ധതിയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ഈ ദിവസങ്ങളിൽ ഒരു അമുസ്ലിമായ വ്യക്തി ഖാരിജ ബിൻ ഹസീൽ യാദൃച്ഛികമായി ഖൈബറിൽ നിന്ന് മദീനയിൽ വന്നിരുന്നു. അയാൾ അബ്ദുല്ലാ ബിൻ റവാഹയെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, ഞാൻ വരുമ്പോൾ അസീർ മദീനയിൽ ആക്രമണം നടത്തുന്നതിന് വേണ്ടി തൻ്റെ സൈന്യങ്ങളെ ഒരുക്കൂട്ടുകയായിരുന്നു. ഈ സാക്ഷ്യപ്പെടുത്തലിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാ ബിൻ റവാഹയുടെ നേതൃത്വത്തിൽ 30 സഹാബാക്കളുടെ ഒരു പാർട്ടിയെ ഖൈബറിലേക്ക് പറഞ്ഞയച്ചു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പാർട്ടിക്ക് എന്തെല്ലാം നിർദ്ദേശങ്ങളാണ്
നൽകിയതെന്ന് നിവേദനങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നില്ല. എങ്കിലും ഖൈബറിൽ അബ്ദുല്ലാ ബിൻ റവാഹയും അസീർ ബിൻ റസാമും തമ്മിലുണ്ടായ സംസാരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉദ്ദേശം അസീറിനെ മദീനയിലേക്ക് വിളിപ്പിച്ച് അയാളുമായി എന്തെങ്കിലും ഒരു ധാരണയിലെത്തണമെന്നും അങ്ങനെ ഈ ഫിത്നയുടെ ശൃംഖല അവസാനിക്കണമെന്നും രാജ്യത്ത് സമാധാനമുണ്ടാക്കണമെന്നുമായിരുന്നു. ഈ ആഗ്രഹത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ടി വന്നാൽ, അതായത് അയാൾ മേലിൽ മുസ്ലിങ്ങൾക്കെതിരിൽ തന്റെ ഫിത്നകളിൽ നിന്ന് പിന്മാറുമെന്ന നിബന്ധനയിൽ അസീറിനെ ഖൈബർ പ്രദേശത്തിന്റെ അമീറായി അംഗീകരിക്കുന്നതിനും തയ്യാറായിരുന്നു. അങ്ങനെ അബ്ദുല്ലാ ബിൻ റവാഹയുടെ പാർട്ടി ഖൈബറിലെത്തി. അവർ റസാമിന്റെ അടുത്തേക്ക് സംസാരത്തിനു വേണ്ടി പോകുന്നതിന് മുമ്പ് അവർ ഏറ്റവും ആദ്യം സംരക്ഷണം ആവശ്യപ്പെട്ടു. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ സമയത്ത് അവർക്ക് ഒരുപാട് ഭയം വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ്. ഈ സംസാരത്തിനിടയിൽ അസീറിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും രീതിയിലുള്ള ചതി ഉണ്ടാകുമോ എന്ന് മുസ്ലിങ്ങൾ ഭയപ്പെട്ടിരുന്നു. എന്നാൽ ചതിക്കയില്ലെന്ന് താൻ കരാർ ചെയ്യുന്നതിന് അസീർ ഉറപ്പു നൽകുകയുണ്ടായി. അതിനോടൊപ്പം തന്നെ തന്റെ ജാള്യത മറച്ചുവെക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ളൊരു കരാർ, അതായത് തങ്ങളുടെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള നഷ്ടവും വരുത്തുന്നതല്ല എന്ന രീതിയിൽ ഒരു ശബ്ദം അബ്ദുല്ലാ ബിൻ റവാഹയെ കൊണ്ടും ചെയ്യിപ്പിച്ചിരുന്നു. എന്നാൽ ഈ കാര്യത്തിൽ അബ്ദുല്ലാ ബിൻ റവാഹ മുൻകൈ എടുത്തതിൽ നിന്ന് വ്യക്തമാകുന്നത് യഥാർത്ഥ ആശങ്ക മറുഭാഗത്തു നിന്നായിരുന്നു എന്നാണ്. ഏതായിരുന്നാലും ഈ പരസ്പരമുള്ള ധാരണയ്ക്ക് ശേഷം അസീറിനോട് സംസാരം തുടങ്ങി. അതിന്റെ ചുരുക്കം എന്തായിരുന്നുവെന്നാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുമായി സമാധാന ഉടമ്പടി ആഗ്രഹിക്കുന്നു. അങ്ങനെ പരസ്പരമുള്ള യുദ്ധങ്ങളിൽ അറുതിയുണ്ടാവണം. അതിനുവേണ്ടി ഏറ്റവും നല്ല മാർഗം എന്തെന്നാൽ നിങ്ങൾ സ്വയം മദീനയിൽ വന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കേണ്ടതാണ്. നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ഉടമ്പടി നബി തിരുമേനിയുമായി ചെയ്യുകയാണെങ്കിൽ ആ മഹാത്മാവ് നിങ്ങളുമായി ഔദാര്യത്തോടെ വർത്തിക്കുന്നതും ഒരുപക്ഷെ നിങ്ങളെ ഖൈബറിന്റെ തലവനായി അംഗീകരിക്കാനും സാധ്യതയുണ്ട്. അസീർ നേരത്തെ തന്നെ സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയായിരുന്നു. ഇനി മനസ്സിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശമായിരുന്നുവെങ്കിൽ പോലും അയാൾക്ക് ഈ അഭിപ്രായം ഇഷ്ടപ്പെട്ടു. അതല്ലെങ്കിൽ തനിക്ക് ഈ അഭിപ്രായം ഇഷ്ടപ്പെട്ടു എന്ന് പ്രകടിപ്പിച്ചു. അതോടൊപ്പം ഖൈബറിലെ യഹൂദി മൂപ്പന്മാരെ വിളിച്ചുകൂട്ടി അവരുമായി മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ ഈ അഭിപ്രായത്തെക്കുറിച്ച് കൂടിയാലോചന നടത്തി. യഹൂദികൾ മുസ്ലിങ്ങളുമായിട്ടുള്ള ശത്രുതയിൽ അന്ധരായിക്കൊണ്ടിരിക്കുകയായിരുന്നു. പൊതുവെ ഈ അഭിപ്രായത്തോടും അവർ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് അസീറിനോട് ഈ ഉദ്ദേശത്തിൽ നിന്ന് പിന്മാറുന്നതിന് വേണ്ടി പറഞ്ഞു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഖൈബറിന്റെ തലവനായി അംഗീകരിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. പക്ഷേ അസീർ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിവുള്ള ആളായിരുന്നതുകൊണ്ട് തന്നെ തൻ്റെ കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ യുദ്ധങ്ങളിൽ നിന്ന് ഒരുപാട് അസ്വസ്ഥനാണെന്നും എങ്ങനെയെങ്കിലും ഈ യുദ്ധങ്ങളുടെ പരമ്പര അവസാനിക്കണമെന്ന് മനസ്സ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെന്നും അത് നിങ്ങൾക്കറിയില്ലെന്നും അവരോട് പറഞ്ഞു. ചുരുക്കത്തിൽ അസീർ ബിൻ റസാം അബ്ദുല്ലാ ബിൻ റവാഹയുടെ പാർട്ടിയോടൊപ്പം മദീനയിലേക്ക് പുറപ്പെടാൻ തയ്യാറായി. അബ്ദുല്ലാഹിനെ പോലെ അയാളും തന്നോടൊപ്പം 30 പേരെയും കൂട്ടിയാണ് വന്നത്. അങ്ങനെ ഇവർ രണ്ടു കൂട്ടരും ഖൈബറിൽ നിന്ന് പുറപ്പെട്ട് കർക്കര എന്ന സ്ഥലത്തെത്തി. അത് ഖൈബറിൽ നിന്ന് 6 മൈൽ ദൂരെയുള്ള സ്ഥലമായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ അസീറിന്റെ മനസ്സ് മാറി. അല്ലെങ്കിൽ അയാളുടെ മനസ്സിൽ നേരത്തെ തന്നെ ദുരുദ്ദേശം ഉണ്ടായിരുന്നു. അത് സമയമെത്തിയപ്പോൾ വെളിപ്പെട്ടു എന്നാണ് മനസ്സിലാകുന്നത്. ഏതായിരുന്നാലും അയാൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ വളരെ തന്ത്രപൂർവം മുസ്ലിങ്ങളുടെ സംഘത്തിൽപ്പെട്ട ഒരു പ്രമുഖാംഗമായ, അതായത് അബ്ദുല്ലാ ബിൻ ഉനൈസ് അൻസാരിയുടെ നേർക്ക് തന്റെ വാളുയർത്തി. ആ ദുർഭകന നിലപാട് മാറിയെന്ന് അബ്ദുല്ല ഉടൻ തന്നെ തിരിച്ചറിഞ്ഞു. അദ്ദേഹം തന്റെ ഒട്ടകത്തെ വേഗത്തിൽ തെളിച്ചുകൊണ്ട് അസീറിന് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, അല്ലയോ അള്ളാഹുവിന്റെ ശത്രു, നീ ഞങ്ങളോട് വഞ്ചന കാണിക്കാൻ ഉദ്ദേശിക്കുകയാണോ? അബ്ദുല്ലാ ബിൻ ഉനൈസ് 2 തവണ ഈ വാചകങ്ങൾ ആവർത്തിച്ചു. പക്ഷേ അസീർ മറുപടിയൊന്നും നൽകിയില്ല. തന്റെ നിരപരാധിത്വവും പറഞ്ഞില്ല. മറിച്ച് അയാൾ മുന്നിൽ നിന്ന് യുദ്ധം ചെയ്യാൻ തയ്യാറാവുകയായിരുന്നു. ഒരുപക്ഷെ ഇത് യഹൂദികൾ നേരത്തെ തയ്യാറാക്കി വെച്ച സൂചന അനുസരിച്ച്, അതായത് സന്ദർഭം കിട്ടിയാൽ എല്ലാവരും മുസ്ലിങ്ങൾക്ക് മേലെ ആക്രമണം നടത്തണമെന്ന് തീരുമാനിച്ചതായിരിക്കാം. അങ്ങനെ ഈ സ്ഥലത്ത് വഴിയിൽ വെച്ച് തന്നെ മുസ്ലിങ്ങളും യഹൂദികളും തമ്മിൽ യുദ്ധം ആരംഭിച്ചു. 2 സംഘവും എണ്ണത്തിൽ തുല്യരായിരുന്നു. യഹൂദികൾ നേരത്തെ തന്നെ മാനസികമായി തയ്യാറെടുപ്പിലായിരുന്നു. മുസ്ലിങ്ങൾക്ക് അങ്ങനെ യാതൊരു ഉദ്ദേശവുമില്ലായിരുന്നു. യുദ്ധം ചെയ്യണമെന്ന് അവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം നോക്കുക. ചില
മുസ്ലിങ്ങൾക്ക് പരുക്കുപറ്റി. എങ്കിലും അവരിൽ ആർക്കും ജീവനഷ്ടമുണ്ടായില്ല. പക്ഷേ മറുഭാഗത്ത് എല്ലാ യഹൂദികളും അവരുടെ വഞ്ചനയുടെ തിക്തഫലം രുചിച്ചുകൊണ്ട് മണ്ണിൽ അമർന്നു. അങ്ങനെ സഹാബാക്കളുടെ സംഘം മദീനയിൽ തിരിച്ചെത്തി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യങ്ങളെക്കുറിച്ചെല്ലാം അറിയിപ്പ് കൊടുത്തു. മുസ്ലിങ്ങൾ സ്വസ്ഥമായി തിരിച്ചെത്തിയതിൽ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് നജ്ജാക്കുമുല്ലാഹു മിനൽ ഖൗമിൽ ളാലിമീൻ. അതായത് നിങ്ങളെ അക്രമികളായ സംഘത്തിൽ നിന്നും മോചിപ്പിച്ച അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. അബ്ദുല്ലാ ബിൻ റവാഹയുടെ സംഘം അസീറിനെയും മറ്റും വഴിയിൽ വെച്ച് തക്കം പാർത്ത് കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കൊണ്ടുവന്നതെന്ന് ക്രിസ്തീയ ചരിത്രകാരന്മാർ ഈ സംഭവത്തെപ്പറ്റി ആക്ഷേപം ഉന്നയിക്കാറുണ്ട്. പക്ഷേ ഈ ആക്ഷേപത്തിന് പാശ്ചാത്യരുടെ ലജ്ജാഹീനമായ അഭിപ്രായ പ്രകടനങ്ങൾ കവിഞ്ഞ് ഒരു അടിസ്ഥാനവുമില്ല. ഇസ്ലാമിനുമേൽ ആക്ഷേപം ഉന്നയിക്കുന്നവർ മനസ്സിൽ തോന്നിയതെല്ലാം വിളിച്ചു പറയുന്നു. നേരത്തെ പറഞ്ഞു വന്നതുപോലെ ചരിത്രത്തിൽ മുസ്ലിങ്ങൾ ഈ ഉദ്ദേശത്തോടു കൂടി അവിടെ പോയെന്നുള്ള യാതൊരു തെളിവും ലഭ്യമല്ല. മറിച്ച് മറ്റെല്ലാ തെളിവുകളെയും മാറ്റിവെച്ചുകൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ അബ്ദുല്ലാ ബിൻ ഉനൈസിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. അദ്ദേഹം പറഞ്ഞു, അല്ലയോ ദൈവത്തിന് ശത്രു, നീ ചതിക്കാമെന്നാണോ കരുതിയത്? പിന്നെ നിങ്ങളെ ഒരു ആക്രമികളായ സംഘത്തിൽ നിന്ന് രക്ഷിച്ചതിന് അള്ളാഹുവിനാണ് എല്ലാ സ്തുതിയും എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളും. ഇതെല്ലാം തന്നെ മുസ്ലിങ്ങളുടെ ഉദ്ദേശം തികച്ചും വിശുദ്ധവും സമാധാനത്തിൽ അധിഷ്ഠിതമായിരുന്നുവെന്നും അവിടെ സംഭവിച്ചതെല്ലാം യഹൂദികൾ തങ്ങളുടെ സ്ഥായിയായ സ്വഭാവമനുസരിച്ച് മുസ്ലിങ്ങളോട് ആഗ്രഹിച്ചതുപോലെ ചെയ്ത വഞ്ചനയുടെ പരിണതിയായിരുന്നുവെന്നും, പക്ഷേ അള്ളാഹു അവൻ്റെ അനുഗ്രഹത്താൽ അത് അവരിലേക്ക് തന്നെ തിരിച്ചടിക്കുകയാണ് ഉണ്ടായത് എന്ന് മനസ്സിലാക്കാൻ പര്യാപ്തമാകുന്നു. ഇനിയുള്ളത് അംർ ബിൻ ഉമയ്യ സമ്രിയുടെ സരിയ ആകുന്നു. ഇത് അബൂ സുഫിയാന് നേർക്കാണ് പോയത്. ഇബ്നു ഹിശാം, ഇബ്നു കസീർ, തിബ്രി എന്നിവരെല്ലാം ഹിജ്റ 4-ാം വർഷത്തിന്റെ അനുബന്ധത്തിൽ റജി സംഭവത്തിന് ശേഷമാണ് ഇത് വിവരിച്ചിട്ടുള്ളത്. എന്നാൽ ഇബ്നു സഅദ് ഈ സരിയ ഹിജ്റ 6-ലെ സരിയയുടെ അനുബന്ധത്തിലാണ് ചേർക്കുന്നത്. സർക്കാനിയും ഇബ്നു സഅദിന്റെ നിവേദനത്തിന് മുൻഗണന നൽകിക്കൊണ്ട് ഹിജ്റ 6-ന്റെ അനുബന്ധത്തിലാണ് ഇത് വിവരിക്കുന്നത്. ഹദ്റത്ത് മീർസ ബഷീർ അഹമ്മദ് സാഹിബ് സീറത്ത് ഖാത്തുമുൻ നബിയിൽ ഈ സരിയ ഹിജ്റ 6-ാം വർഷത്തിലാണെന്ന് വിവരിച്ചിട്ടുണ്ട്. വിശദീകരണത്തിൽ എഴുതുന്നു, ഈ സരിയയുടെ കാലഘട്ടത്തെക്കുറിച്ച് ചരിത്രകാരന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. ഇബ്നു ഹിഷാമും തിബ്രിയും ഇത് ഹിജ്റ 4-ലാണെന്ന് എഴുതുന്നു. എന്നാൽ ഇബ്നു സഅദ് അതിന് ഹിജ്റ 6-ലാണെന്ന് എഴുതിയിരിക്കുന്നു. അല്ലാമ ഖുസ്തുലാനിയും സർക്കാനിയും ഇബ്നു സഅദിന്റെ നിവേദനത്തിന് മുൻഗണന നൽകുന്നു. അദ്ദേഹം എഴുതുന്നു, ഞാനും ഇതിനെ ഹിജ്റ 6-ലാണെന്ന് വിവരിച്ചിട്ടുണ്ട്. അല്ലാഹു അലം. ഇബ്നു സഅദിന്റെ നിവേദനത്തിന്റെ ആശയത്തെ ബൈഹഖിയും പിന്തുണച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് ഈ സംഭവത്തിന്റെ കാലഘട്ടം വ്യക്തമാകുന്നില്ല. ഈ സരിയയുടെ വിശദീകരണം ഇപ്രകാരമാകുന്നു: അബൂ സുഫിയാൻ ഖുറൈശികളുടെ ഏതാനും ആളുകളോട് പറഞ്ഞു, നിങ്ങളിൽ ആരും തന്നെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചന്തയിലൂടെ നടന്നു പോകുമ്പോൾ ഓർക്കാപ്പുറത്ത് അദ്ദേഹത്തെ കൊല്ലാൻ കഴിവുള്ളവരായി ആരുമില്ലേ? അങ്ങനെ അബൂ സുഫിയാന്റെ അടുത്ത് ഗ്രാമീണവാസിയായ ഒരാൾ വരികയുണ്ടായി. അയാൾ പറഞ്ഞു, എന്നെ നിങ്ങൾക്ക് ജനങ്ങൾക്കിടയിൽ ഏറ്റവും ദൃഢഹൃദയനായി കാണാൻ കഴിയുന്നതാണ്. എന്നെ പിടികൂടുക വളരെ പ്രയാസമാണ്. ഞാൻ എല്ലാവരേക്കാളും വേഗതയിൽ ഓടുന്നവനുമാണ്. നിങ്ങൾ എന്നെ സഹായിക്കുകയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകാം. അങ്ങനെ ഓർക്കാപ്പുറത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്രമിക്കുകയും ചെയ്യാം. എൻ്റെ പക്കലൊരു കഠാരയുണ്ട്, അത് കഴുകൻ്റെ ചിറക് പോലെയാണ്. അതുകൊണ്ട് ഞാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്രമിക്കുന്നതാണ്. പിന്നെ ഞാൻ ഏതെങ്കിലും സംഘത്തോടൊപ്പം ചേരും. തുടർന്ന് ഞാൻ ഓടി ആ സംഘത്തെ മറികടക്കുകയും ചെയ്യും. കാരണം എനിക്ക് മദീനയിലെ വഴികളെ സംബന്ധിച്ച് നല്ല ധാരണയുണ്ട്. അബൂ സുഫിയാൻ പറഞ്ഞു, നീ തന്നെയാണ് നമ്മുടെ കൂട്ടുകാരൻ. അങ്ങനെ അബൂ സുഫിയാൻ അയാൾക്ക് ഒട്ടകവും വഴിച്ചെലവുകളും നൽകിക്കൊണ്ട് പറഞ്ഞു, ഈ ജോലിയെ നീ രഹസ്യമാക്കി വെക്കണം. അയാൾ രാത്രി പുറപ്പെടുകയും 5 ദിവസം സഞ്ചരിക്കുകയും ചെയ്തു. 6-ാം ദിവസം രാവിലെ അയാൾ ഹർറ എന്ന സ്ഥലത്തെത്തി. കറുത്ത വാറ നിറഞ്ഞ പ്രദേശത്തിനാണ് ഹർറ എന്ന് പറയുന്നത്. മദീന ഇത്തരം സ്ഥലങ്ങളുടെ ഇടയിലാണ് ഉണ്ടായിരുന്നത്. ഒന്ന് കിഴക്കൻ ഹർറയും മറ്റൊന്ന് പടിഞ്ഞാറൻ ഹർറയും. ഏതായിരുന്നാലും അയാൾ പിന്നെ ജനങ്ങളിലേക്ക് തിരിഞ്ഞു മദീനയിലേക്ക് എത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അന്വേഷിച്ചു തുടങ്ങി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അയാളോട് പറയപ്പെട്ടപ്പോൾ അയാൾ തൻ്റെ സവാരിയെ തയ്യാറാക്കുകയും പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് എത്തുകയും ചെയ്തു.
ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനു അബ്ദുൽ അസ്ഹലിന്റെ മസ്ജിദിലാണ് ഉണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ കണ്ടപ്പോൾ പറഞ്ഞു, തീർച്ചയായും ഇത് നിന്റെ ചതിക്കാനുള്ള ഉദ്ദേശം ആയിരുന്നു. ഞങ്ങളുടെ അവസ്ഥ കണ്ടപ്പോൾ മനസ്സിലാക്കി. അള്ളാഹു അയാൾക്കും അയാളുടെ ഉദ്ദേശത്തിനുമിടയിൽ തടസ്സമായി നിന്നു. അങ്ങനെ അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്രമിക്കാൻ തുനിഞ്ഞപ്പോൾ തന്നെ ഉസൈദ് ബിൻ ഹുദൈർ അയാളുടെ പുതപ്പിന്റെ ഉള്ളിലെ അറ്റത്ത് പിടിച്ചു വലിക്കുകയും അങ്ങനെ അയാളുടെ കയ്യിൽ നിന്ന് കഠാര വീണുപോവുകയും ചെയ്തു. അയാൾ എന്നെ രക്ഷപ്പെടുത്തു എന്ന് വിളിച്ചു പറയാൻ തുടങ്ങി. അതായത് പിടിക്കപ്പെട്ടു. ഉസൈദ് അയാളുടെ കഴുത്തിന് പിടികൂടി, പിന്നെ വിടുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അയാളോട് ചോദിച്ചു, നീ എന്നോട് ആരാണ് സത്യമായും പറയുക? അയാൾ പറഞ്ഞു, ഞാൻ അഭയം ചോദിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശരി. അയാൾ തൻ്റെ പേരും അബൂ സുഫിയാനുമായി ചെയ്ത കരാറിനെ പറ്റിയും പറയുകയുണ്ടായി. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ വെറുതെ വിട്ടു. ഈ ഔദാര്യത്തിൽ അയാൾ മുസ്ലിം ആവുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, അല്ലയോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ജനങ്ങളെ ഭയപ്പെടുന്നില്ല. പക്ഷേ താങ്കളെ കണ്ടപ്പോൾ എൻ്റെ ബുദ്ധി ഭ്രമിച്ചുപോയി, എൻ്റെ മനസ്സ് ദുർബലമായി. പിന്നെ ഞാൻ എൻ്റെ ഉദ്ദേശത്തിൽ, എൻ്റെ നിശ്ചയത്തെ സംബന്ധിച്ച് എനിക്ക് ബോധം വന്നു. ഇതിനുവേണ്ടി ഒരുപാട് ആളുകൾ ശ്രമിച്ചതാണ്, പക്ഷേ ആർക്കും വിജയിക്കാൻ കഴിഞ്ഞില്ല. താങ്കൾക്ക് സംരക്ഷണം നൽകപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും അങ്ങ് സത്യത്തിലാകുന്നു, അതായത് അള്ളാഹു അങ്ങയെ സംരക്ഷിക്കുന്നു. അബൂ സുഫിയാന്റെ സൈന്യം സാത്താന്റെ സൈന്യമാകുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരി തൂകി. അയാൾ ഏതാനും ദിവസം അവിടെ തങ്ങിയതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുമതി ചോദിച്ച് പോവുകയും ചെയ്തു. പിന്നീട് ഇദ്ദേഹത്തെ സംബന്ധിച്ചുള്ള യാതൊരു പരാമർശവും കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. ചരിത്രത്തിലും ഇദ്ദേഹത്തെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ ഒന്നും വന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംർ ബിൻ ഉമയ്യയെയും സൽമ ബിൻ അസ്ലമിനെയും അബൂ സുഫിയാൻ ബിൻ ഹർബിന്റെ അടുക്കിലേക്ക് പറഞ്ഞയച്ചു. അവരോട് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും അയാൾ അശ്രദ്ധനായിരിക്കുമ്പോൾ അയാളെ കൊന്നുവരേണ്ടതാണ്. അവർ ശത്രുക്കൾ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ പിന്നെ അതിനുള്ള പ്രതിവിധിയും അയാളെ ഇല്ലാതാക്കി ഈ ശണ്ട അവസാനിപ്പിക്കുക തന്നെയാണ് വേണ്ടത്. ഇബ്നു ഹിഷാം വിവരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംർ ബിൻ ഉമയ്യയോടൊപ്പം ജബ്ബാർ ബിൻ സക്കർ അൻസാരിയെയാണ് അയച്ചത്. അങ്ങനെ അവർ രണ്ടുപേരും പുറപ്പെടുകയും മക്കയുടെ സമീപമെത്തുകയും ചെയ്തു. അവർ രണ്ടുപേരും തങ്ങളുടെ കുതിരകളെ യജജ് താഴ്വരകളിലുള്ള ഒന്നിൽ ഒളിപ്പിച്ചു വയ്ക്കുകയുണ്ടായി. ഇത് മക്കയിൽ നിന്ന് 8 മൈൽ അകലെയുള്ള സ്ഥലമാണ്. പിന്നെ രാത്രിയിൽ മക്കയിലെത്തി. ജബ്ബാർ ബിൻ സൽമ അമ്രിനോട് പറഞ്ഞു, നമുക്ക് ബൈത്തുള്ള പ്രദക്ഷിണം ചെയ്യാനും 2 റക്അത്ത് നമസ്കരിക്കാനും കഴിഞ്ഞെങ്കിൽ എത്ര നന്നായേനെ. അമ്ര പറഞ്ഞു, ഈ ആളുകൾ രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷം തങ്ങളുടെ മുറ്റത്തിരിക്കാറുണ്ട്. അവർ എന്നെ കണ്ടാൽ തിരിച്ചറിയുന്നതാണ്. ഞാൻ മക്കയിൽ വെളുത്തതും കറുത്തതുമായ കുതിരയെക്കാളും കൂടുതൽ പ്രസിദ്ധനാകുന്നു. അതായത് എന്നെ ഒരുപാട് ആൾക്ക് തിരിച്ചറിയാം, അവർക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിയും. അമ്രിന്റെ കൂട്ടുകാരൻ പറഞ്ഞു, ഒരിക്കലുമില്ല, ഇൻഷാ അല്ലാഹ് നമുക്ക് പോകാം. അമ്ര പറയുന്നു, അദ്ദേഹം എൻ്റെ വാക്ക് കേൾക്കാൻ തയ്യാറായില്ല. അങ്ങനെ ഞങ്ങൾ ബൈത്തുള്ള തവാഫ് ചെയ്യുകയും നമസ്കരിക്കുകയും ചെയ്തു വന്നു. തുടർന്ന് പറയുന്നു, ഞങ്ങൾ അബൂ സുഫിയാന് നേർക്ക് പുറപ്പെട്ടു. അതായത് ഞങ്ങൾ വന്ന ഉദ്ദേശം പൂർത്തീകരിക്കാൻ നീങ്ങി. പറയുന്നു, അള്ളാഹുവാണെ, ഞങ്ങൾ മക്കയിലൂടെ നടക്കുകയായിരുന്നു. പെട്ടെന്ന് മക്കക്കാരിലൊരാൾ എന്നെ കണ്ടപ്പോൾ തിരിച്ചറിഞ്ഞു. ഇബ്നു സഅദ് വിവരിക്കുന്നു, അത് മുആവിയ ബിൻ അബൂ സുഫിയാൻ ആയിരുന്നു. അയാൾ എന്നെ തിരിച്ചറിഞ്ഞപ്പോൾ പറഞ്ഞു, അള്ളാഹുവാണെ, അംർ ബിൻ ഉമയ്യ ദ്രോഹത്തിന് വേണ്ടിയാണ് വന്നിട്ടുള്ളത്. അയാൾ ഖുറൈശികളോട് പറഞ്ഞപ്പോൾ അവർ ഭയപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ തിരഞ്ഞു പിടിച്ചു പുറപ്പെട്ടു. അമ്ര പറയുന്നു, ഞാൻ എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഓടിക്കോളൂ. അങ്ങനെ വളരെ വേഗം ഓടി ഒരു മലയുടെ മുകളിലേക്ക് കയറി. അവർ ഞങ്ങളെ തിരഞ്ഞു പുറപ്പെട്ടിരുന്നു. ഞങ്ങൾ മലയ്ക്ക് മുകളിൽ കയറിയതായിരുന്നു. ഏതായാലും അവർ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിരാശരായി തിരിച്ചുപോയി. ഞങ്ങൾ മലയുടെ ഒരു ഗുഹയിൽ പ്രവേശിച്ചു. രാത്രി മുഴുവൻ അവിടെ കഴിച്ചുകൂട്ടി. അങ്ങനെ ഞങ്ങൾ കല്ലുകളെടുത്ത് ചുറ്റുവട്ടത്തും അടുക്കി വെച്ചു. അങ്ങനെ നേരം പുലർന്നപ്പോൾ ഖുറൈശികളിലെ ഒരാൾ ഞങ്ങളുടെ അടുക്കൽ വന്നു. അതായത് അവിടെ ഒരാൾ നടക്കുന്നതായി കണ്ടു. അത് ഖുറൈശികളുടെ ചാരൻ ആയിരുന്നു. ഇബ്നു സഅദിന്റെ വീക്ഷണത്തിൽ അത് ഉബൈദുള്ള
ബിൻ മാലിക് ബിൻ ഉബൈദുള്ള തമീമി ആയിരുന്നു. ഇബ്നു ഇസാഖിന്റെ അഭിപ്രായത്തിൽ അത് ഉസ്മാൻ ബിൻ മാലിക് അബ്ദുള്ള ആയിരുന്നു. അയാൾ തൻ്റെ കുതിരയെ തെളിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഗുഹയുടെ ചുറ്റുവട്ടത്തുണ്ടായിരുന്നു. ഞങ്ങൾ ഗുഹകളിൽ തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞു, അയാൾ നമ്മളെ കാണുകയാണെങ്കിൽ ബഹളം കൂട്ടുകയും നമ്മൾ പിടിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നതാണ്. അതായത് അയാൾ മറ്റ് കാഫര്യങ്ങളെ വിളിച്ചുകൂട്ടും. പറയുന്നു, എൻ്റെ പക്കൽ കഠാരയുണ്ടായിരുന്നു, അത് ഞാൻ അബൂ സുഫിയാനതിൽ പ്രയോഗിക്കാൻ തയ്യാറായതാണ്. അപ്പോൾ ഞാൻ പുറത്തേക്ക് വന്നു, അയാളുടെ നെഞ്ചിൽ കുത്തി. അയാൾ നിലവിളിച്ചപ്പോൾ മക്കാർ അയാളുടെ ശബ്ദം കേട്ടു. ഞാൻ തിരിച്ചു വന്ന് ഗുഹയിൽ കയറി. ആളുകൾ വളരെ ശീഘ്രഗതിയിൽ ഓടി അയാളുടെ അടുത്തേക്കെത്തി. അയാൾ ജീവിതത്തിൻ്റെ അവസാന നിമിഷത്തിലായിരുന്നു. അവർ അയാളോട് ചോദിച്ചു, നിന്നെ ആരാണ് ആക്രമിച്ചത്? അയാൾ പറഞ്ഞു, അംർ ഇബ്നു ഉമയ്യ. ഏതായാലും അയാളെ മരണം കീഴ്പ്പെടുത്തുകയും അതേ സ്ഥലത്ത് തന്നെ മരണപ്പെടുകയും ചെയ്തു. ഒരാൾക്ക് തങ്ങളുടെ സ്ഥലം പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞില്ല. നിവേദനത്തിൽ പറയുന്നു, അവർ അയാളെ കണ്ടെത്തിയപ്പോൾ അയാൾക്ക് മക്കാരോട് ഞങ്ങളുടെ സ്ഥലം പറഞ്ഞു കൊടുക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല. പറയുന്നു, ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു, നീ നിന്റെ ജീവനം കൊണ്ട് ഓടിക്കോ, നീ നിന്റെ ഒട്ടകത്തിൻ്റെ അടുത്തേക്ക് എത്തി അതിലിരുന്ന് പോയിക്കൊള്ളുക. പിന്നെ അദ്ദേഹം പോയി. അംർ ഇബ്നു ഉമയ്യ പറയുന്നു, പിന്നെ അതിനുശേഷം ഞാൻ പുറപ്പെട്ടു. അങ്ങനെ സജിനാൻ എന്ന സ്ഥലത്തെത്തി. ഇത് മക്കയിൽ നിന്ന് 12 മൈൽ അകലെയുള്ള മലനിരയാകുന്നു. പറയുന്നു, പിന്നെ ഞാൻ ഒരു മലയ്ക്ക് മേൽ അഭയം പ്രാപിച്ചു. അവിടെ ഒരു ഗുഹയിലേക്ക് കയറി. അവർ പറയുകയാണ്, പിന്നെ ഞാൻ അവിടെ നിന്നും പുറപ്പെട്ടു. വഴിയിൽ ഒരു താഴ്വരയാണ്. ഇവിടെ കച്ചവട സംഘങ്ങൾ തങ്ങാറുണ്ട്. പിന്നെ ഞാൻ എൻ്റെ സവാരിയിലേറി അവിടെ നിന്ന് നീങ്ങി. അങ്ങനെ നഖി എന്നുള്ള സ്ഥലത്തെത്തി. ഇത് മദീനയിൽ നിന്ന് 2 രാത്രിയുടെ ദൈർഘ്യമുള്ള സ്ഥലമാണ്. ഇബ്നു ഹിഷാം നബിചരിത്രത്തിൽ എഴുതുന്നു, ഖുറൈശികളിലെ മുശ്രിക്കുകളിൽപ്പെട്ട 2 ആളുകൾ മദീനയിലേക്ക് വരുന്നുണ്ടായിരുന്നു. അവരെ ഖുറൈശികൾ ചാരന്മാരെ അയച്ചതാണ്. അതായത് അവർ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഖുറൈശികൾ അയച്ച ചാരന്മാരായിരുന്നു. ഞാൻ അവർ 2 പേരോടും പറഞ്ഞു, നിങ്ങൾ 2 പേരും ബന്ദികളായി എൻ്റെ മുന്നിൽ കീഴടങ്ങുക. അവർ 2 പേരും വിസമ്മതിച്ചു. അവരിൽ ഒരാളെ ഒരു അമ്പെയ്ത് കൊല്ലുകയുണ്ടായി. മറ്റേയാൾ സ്വയം കീഴടങ്ങി. ഞാൻ അയാളെ ബന്ധനസ്ഥനാക്കി മദീനയിലേക്ക് എത്തിച്ചു. അയാൾ സ്വയം കീഴടങ്ങുകയല്ല ചെയ്തത്. ഉദ്ധരണി ഇങ്ങനെയല്ല. 2 പേരും തമ്മിൽ പോരാട്ടം നടന്നു, പരസ്പരം അമ്പെയ്ത്ത് നടത്തി. ഏതായാലും അംർ ബിൻ ഉമയ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് ചെയ്ത തൻ്റെ അവസ്ഥകളെല്ലാം സംഭവങ്ങളെല്ലാം വിവരിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിക്കുകയും ആയിരുന്നു. പിന്നെ അംർ ബിൻ ഉമയ്യയുടെ നന്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യുകയുണ്ടായി. ഈ സരിയയെ പറ്റി വ്യത്യസ്ത നിവേദനങ്ങളുണ്ട്. ഇബ്നു ഹിഷാം, ഇബ്നു കസീർ, തിബരി മുതലായവർ ഈ സരിയ ഹിജ്റ 4-ലാണെന്ന് വിവരിച്ചുകൊണ്ട് അതിൻ്റെ അനുബന്ധത്തിൽ ഹദ്റത്ത് ഖുബൈബ് ബിൻ അദിയിൻ്റെ മൃതദേഹത്തെ കമ്പയിൽ കുത്തിയിറക്കുന്ന സംഭവം പരാമർശിക്കുന്നുണ്ട്. ഹദ്റത്ത് ഖുബൈബ് റളിയല്ലാഹു അൻഹു സംഭവത്തിൽ ബന്ദിയാക്കപ്പെട്ട് മക്കയിൽ വിൽക്കപ്പെടുകയായിരുന്നു. ഖുറൈശികൾ അദ്ദേഹത്തെ കമ്പയിൽ കയറ്റി ഷഹീദാക്കുകയുണ്ടായി. എന്നാൽ ഇബ്നു സഅദ് അംർ ബിൻ ഉമയ്യയുടെ സരിയയുടെ അനുബന്ധത്തിൽ കമ്പയിൽ നിന്ന് മൃതദേഹം ഇറക്കുന്ന സംഭവം പരാമർശിച്ചിട്ടില്ല. ഇബ്നു സഅദിന്റെ നിവേദനം ഇക്കാര്യത്തിൽ കൂടുതൽ ശരിയായി തോന്നുന്നു. കാരണം മൃതദേഹം ഇറക്കുന്നതിന് വേണ്ടി ഒരു സംഘം പോയതായുള്ള പരാമർശം ഗ്രന്ഥങ്ങളിൽ വേറെ തന്നെ കാണപ്പെടുന്നുണ്ട്. സർക്കാനിയും ഈ നിലപാടുകാരനാണ്. അംർ ബിൻ ഉമയ്യയുടെ സരിയയുടെ അവസാനത്തിൽ എഴുതുന്നു, മൃതദേഹം ഇറക്കുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഹദ്റത്ത് സുബൈറിനെയും മിഖ്ദാദിനെയും അയച്ചിരുന്നു. ഇതേപ്പറ്റി സീറത്ത് ഖാത്തമുൻ നബിയിൽ ആസ്മീദ ബഷീർ അഹമ്മദ് സാഹിബും അംർ ബിൻ ഉമയ്യയുടെ സരിയയുടെ അനുബന്ധത്തിൽ ഖുബൈബ് ബിൻ അദിയന്റെ മൃതദേഹം കമ്പയിൽ നിന്ന് ഇറക്കുന്നത് സംബന്ധിച്ചുള്ള ഒരു പരാമർശവും എഴുതിയതായി കാണുന്നില്ല. ഇതിൻ്റെ വിശദീകരണത്തിൽ അദ്ദേഹം എഴുതുന്നു, അഹ്സാബ് യുദ്ധത്തിന്റെ നിന്ദാവഹമായ പരാജയത്തിന്റെ ഓർമ്മയിൽ മക്കയിലെ ഖുറൈശികളുടെ ശരീരത്തിലാകമാനം ഒരു പൊള്ളിയ അവസ്ഥയായിരുന്നു. സ്വാഭാവികമായും അബൂ സുഫിയാനാണ് ഈ ഉള്ളിലെത്തി ഏറ്റവും കൂടുതൽ അനുഭവപ്പെട്ടത്. കാരണം അയാൾ മക്കയിലെ തലവനായിരുന്നു. അഹ്സാബ് ദൗത്യത്തിൽ പ്രത്യേകിച്ചും അയാൾക്ക് നിന്ദാവഹമായ ആഘാതമേറ്റിട്ടുണ്ടായിരുന്നു. കുറച്ചു കാലം വരെയും അബൂ സുഫിയാന്റെ ഉള്ളിൽ ഈ അഗ്നി ജ്വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
പക്ഷെ അവസാനം കാര്യങ്ങൾ അയാളുടെ ക്ഷമയ്ക്ക് അതീതമായി. ഈ അഗ്നിയുടെ മറഞ്ഞിരുന്ന കല്ലുകൾ പുറത്തേക്ക് വരാൻ തുടങ്ങി. സ്വാഭാവികമായും കാഫിര്യങ്ങളുടെ ഏറ്റവും കൂടുതൽ ശത്രുത, മറിച്ച് യഥാർത്ഥ ശത്രുത തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വവുമായിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അബൂ സുഫിയാൻ ബാഹ്യമായ ഉപായങ്ങളും തന്ത്രങ്ങളും ഒന്നും ഫലപ്രദമാകരുതെന്ന് കണ്ടപ്പോൾ എന്തുകൊണ്ട് രഹസ്യമായ തന്ത്രത്തിലൂടെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വകവരുത്തിക്കൂടാ എന്ന് ചിന്തിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ചുറ്റിലും പ്രത്യേകമായൊരു കാവലുമില്ലെന്ന് അയാൾക്കറിയാമായിരുന്നു. മറിച്ച് ചില സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തികച്ചും സംരക്ഷണമേതുമില്ലാത്ത അവസ്ഥയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരുന്നു. മസ്ജിദിൽ എല്ലാ ദിവസവും ചുരുങ്ങിയത് 5 പ്രാവശ്യം നമസ്കാരത്തിന് വേണ്ടി വന്നിരുന്നു. യാത്രകളിൽ തികച്ചും ഔപചാരികത ഒന്നുമില്ലാതെ സ്വതന്ത്രനായി കഴിഞ്ഞിരുന്നു. ഒരു വാടക കൊലയാളിക്ക് ഇതിനേക്കാളും നല്ല ഒരവസരം വേറെ എങ്ങനെ കിട്ടാനാണ്? ഈ ചിന്ത വന്ന ഉടനെ തന്നെ അബൂ സുഫിയാന്റെ ഉള്ളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ വകവരുത്തുന്നതിനുള്ള പദ്ധതി രൂഢമൂലമാകാൻ തുടങ്ങി. അങ്ങനെ അയാൾ പൂർണ്ണ നിശ്ചയത്തോടു കൂടി ഈ പദ്ധതിയിൽ ഉറച്ചു നിന്നുകൊണ്ട് ഒരു ദിവസം സന്ദർഭത്തിന് അനുസരിച്ച് തൻ്റെ ഇംഗിതത്തിന് പറ്റിയ ചില ഖുറൈശി യുവാക്കളോട് പറഞ്ഞു, മദീനയിൽ പോയി രഹസ്യമായി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വകവരുത്താൻ കെൽപ്പുള്ളവരായി നിങ്ങളിൽ ഒരു യോദ്ധാവുമില്ലേ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുറന്ന രീതിയിൽ മദീനയിലെ ഇടവഴികളിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം. ആ യുവാക്കൾ ഈ ചിന്താഗതി കേട്ടപ്പോൾ അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. അവർക്ക് അത് ഇഷ്ടപ്പെട്ടു. അതേ ദിവസം കഴിയുന്നതിന് മുമ്പേ തന്നെ ഒരു കാട്ടറബിയായ യുവാവ് അബൂ സുഫിയാന്റെ പക്കലെത്തി പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അഭിപ്രായം കേട്ടിരിക്കുന്നു, ഞാൻ അതിന് സന്നദ്ധനാണ്. പിന്നെ നേരത്തെ ഈ പ്രഭാഷണത്തിൽ വിവരിച്ചതുപോലെ ആത്മീയത ബഷീർ അഹമ്മദ് സാഹിബും വിവരിക്കുന്നുണ്ട്. അയാൾ ഇത്രയും കൂടി പറഞ്ഞു, ഞാൻ ഒരു ദൃഢഹൃദയമുള്ള മനുഷ്യനാണ്. എന്നെ പിടിച്ചുകെട്ടുക അസാധ്യമാണ്. എൻ്റെ ആക്രമണങ്ങളെ വളരെ ത്വരിതഗതിയിൽ ഉള്ളതുമാണ്. താങ്കൾ എന്നെ ഈ കാര്യത്തിന് വേണ്ടി നിശ്ചയിക്കുകയാണെങ്കിൽ എന്നെ സഹായിക്കുക. ഞാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വകവരുത്തുന്നതിനുള്ള ഉദ്ദേശത്തിൽ മുഴുകാൻ പോവുകയാണ്. എൻ്റെ പക്കൽ ഒരു കഠാരയുണ്ട്. അത് വേട്ടപ്പരുന്നതിൻ്റെ രഹസ്യമായ ചിറകുകൾ പോലെയാണ്. ഞാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ആക്രമിക്കുകയും പിന്നെ അവിടെ നിന്ന് ഓടി ഏതെങ്കിലും സംഘത്തിൽ ചേരുകയും ചെയ്യും. മുസ്ലിങ്ങൾക്ക് എന്നെ പിടികൂടാൻ കഴിയില്ല. തുടർന്ന് നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെയാണ് അദ്ദേഹവും ഇവിടെ ആവർത്തിക്കുന്നത്. അയാൾ പറഞ്ഞു, ഞാൻ മദീനയുടെ വഴികളെക്കുറിച്ച് നല്ലപോലെ അറിയുന്ന ആളാണ്. അബൂ സുഫിയാൻ പറഞ്ഞു, മതി, നീ നമ്മുടെ പക്കൽ നമുക്ക് പറ്റിയ ആളാണ്. അതിനുശേഷം അബൂ സുഫിയാൻ അയാൾക്ക് നേരെ വളരെ വേഗത്തിൽ ഓടുന്ന ഒട്ടകത്തെയും പിന്നെ വഴിച്ചെലവ് നൽകി പറഞ്ഞയച്ചു. ഈ കാര്യത്തെക്കുറിച്ച് വളരെ രഹസ്യമാക്കി വെക്കണമെന്നും മറ്റാരും അറിയരുതെന്നും ആവർത്തിച്ച് ഉപദേശിക്കുകയും ചെയ്തു. അയാൾ മക്കയിൽ നിന്ന് പുറപ്പെട്ട് രഹസ്യമായും രാത്രിയിൽ സഞ്ചരിച്ചും മദീനയിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. 6-ാം ദിവസം മദീനയിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ അന്വേഷിച്ചുകൊണ്ട് നേരെ ബനി അബ്ദുൽ അശ്ഹലിന്റെ ഗോത്രത്തിലുള്ള മസ്ജിദിലാണ് എത്തിയത്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണ്ടായിരുന്നു. അക്കാലങ്ങളിൽ പുതിയ ആളുകൾ മദീനയിൽ വന്നുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിനും അയാളെ സംബന്ധിച്ച് സംശയം തോന്നിയില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾ തൻ്റെ അടുക്കലേക്ക് വരുന്നത് കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിലേക്ക് പോയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ വ്യക്തി ദുരുദ്ദേശത്തോടു കൂടിയാണ് വന്നിട്ടുള്ളത്. ഈ വാക്കുകൾ കേട്ടപ്പോൾ അയാൾ കുറെ കൂടി ശീഘ്രഗതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് കുതിച്ചു. പക്ഷേ ഒരു അൻസാരി നേതാവായ ഉസൈദ് ബിൻ ഹുദൈർ ഉടൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മേൽ ചാടി വീണ അയാളെ പിടികൂടുകയും അയാളുടെ കയ്യിൽ പിടികൂടുകയും ചെയ്തു. ഈ മൽപ്പിടുത്തത്തിൽ രഹസ്യമാക്കി വെച്ചിരുന്ന കഠാര അയാളുടെ കയ്യിൽ നിന്ന് വീണുപോയി. അപ്പോൾ അയാൾ നിലവിളിക്കാൻ തുടങ്ങി. ഇവിടെ അദ്ദേഹം കുറെ കൂടി വിശദമായി എഴുതുന്നുണ്ട്. ഇവിടെ വെറുതെ പുതപ്പ് പിടിച്ചു വലിക്കുക മാത്രമല്ല ചെയ്തത്, മറിച്ച് കൃത്യമായി അയാളെ പിടികൂടുന്നതിന് ശ്രമിച്ചിരുന്നു.
അത് കാരണം അയാളുടെ കഠാര കയ്യിൽ നിന്ന് വീണുപോയി. ഏതായാലും പിന്നെ അയാൾ എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങി. അങ്ങനെ അയാളെ കീഴ്പ്പെടുത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് ചോദിച്ചു, സത്യസന്ധമായി പറയൂ, നീ ആരാണ്? എന്തുദ്ദേശത്തോടു കൂടിയാണ് വന്നത്? അയാൾ പറഞ്ഞു, എൻ്റെ ജീവൻ രക്ഷിക്കുമെങ്കിൽ ഞാൻ പറയാം. തുടർന്ന് അദ്ദേഹം നേരത്തെ വിവരിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അയാൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപത്തിലെത്തി അബൂ സുഫിയാൻ എനിക്ക് ഇത്രമാത്രം സമ്മാനം വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നും പറഞ്ഞു. അതിനുശേഷം കുറച്ചു ദിവസം കൂടി അയാൾ മദീനയിൽ തങ്ങി. പിന്നെ സ്വന്തം ഇഷ്ടപ്രകാരം മുസ്ലിമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അനുചര സംഘത്തിൽ ചേരുകയും ചെയ്തു. അബൂ സുഫിയാന്റെ ഈ രക്തരൂഷിത പദ്ധതി മേലിൽ മക്കക്കാരുടെ ഉദ്ദേശങ്ങളെക്കുറിച്ച് ജാഗ്രത പുലർത്തണമെന്ന കാര്യത്തിൽ അനിവാര്യമായി തീർന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ 2 സഹാബാക്കളായ അംർ ബിൻ ഉമയ്യ സമ്രിയെയും സൽമാൻ ബിൻ അസ്ലമിയെയും മക്കയിലേക്ക് പറഞ്ഞയച്ചു. അബൂ സുഫിയാന്റെ ഈ വധശ്രമത്തെയും അയാളുടെ രക്തമംഗലമായ മുൻകാല ചെയ്തികളെയും കണക്കിലെടുത്തുകൊണ്ട് സന്ദർഭം കിട്ടുകയാണെങ്കിൽ ഇസ്ലാമിന്റെ വിജയം ശത്രുവിനെ അസ്വസ്ഥപ്പെടുത്തുന്നുവെങ്കിൽ അവർക്ക് അനുമതി നൽകി. അങ്ങനെ ഉമയ്യയും അദ്ദേഹത്തിന് സുഹൃത്തും മദീനയിലെത്തിയപ്പോൾ ഖുറൈശികൾ വളരെ ജാഗരൂകരായി ഈ 2 സഹാബാക്കളും തങ്ങളുടെ ജീവൻ സംരക്ഷിച്ചുകൊണ്ട് മദീനയിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. വഴിയിൽ അവർക്ക് ഖുറൈശികളുടെ 2 ചാരന്മാരെ കിട്ടി. അവരെ ഖുറൈശി മൂപ്പന്മാർ മുസ്ലിങ്ങളുടെ ചലനങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥകളും സംബന്ധിച്ച് അറിഞ്ഞു വരാൻ പറഞ്ഞയച്ചതായിരുന്നു. ഇതും ഒരുപക്ഷെ ഖുറൈശികളുടെ മറ്റൊരു രക്തമംഗലമായ പദ്ധതിയുടെ തുടക്കമായിരിക്കാം എന്നതിൽ ആശ്ചര്യമൊന്നുമില്ല. പക്ഷേ അള്ളാഹു അനുഗ്രഹിക്കുകയും ഉമയ്യയെയും സൽമയെയും അവരുടെ ഗൂഢ പദ്ധതിയെ സംബന്ധിച്ച് മനസ്സിലാക്കി കൊടുക്കുകയും അങ്ങനെ അവർ ആ ചാരന്മാരെ ആക്രമിക്കുകയും അവരെ ബന്ദികളാക്കുകയും ചെയ്യാൻ ആഗ്രഹിച്ചു. പക്ഷേ അവർ നേർക്ക് നേരെ പൊരുതുകയാണുണ്ടായത്. അങ്ങനെ അവർക്ക് ഈ അടിപിടിയിൽ ഒരു ചാനലുകാരനും കൊല്ലപ്പെടുകയുണ്ടായി. അയാളുടെ മറ്റൊരാളെ ബന്ദിയാക്കി അവർ തങ്ങളോടൊപ്പം മദീനയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ബാക്കി ഇൻഷാ അല്ലാഹ് പിന്നീട്. പാകിസ്ഥാനിലെ സാഹചര്യങ്ങളെ സംബന്ധിച്ചും ദുആക്ക് വേണ്ടി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കാറുണ്ട്. ഇക്കാര്യത്തിൽ ഇപ്പോൾ വളരെ കഠിനമായ ചില വകുപ്പുകൾ വളരെ കൂടുതലായി ചേർത്തിരിക്കുന്നു. സംവിധാനവും സർക്കാരും ഉഗ്രവാദികളായ മൗലവിമാരുടെ കയ്യിലെ കളിപ്പാവകളായി മാറി എന്നതാണ് തോന്നുന്നത്. നേരത്തെ പള്ളികളുടെ മിനാരങ്ങളും മെഹ്റാബുകളും തകർത്ത വാർത്തകളാണ് വന്നുകൊണ്ടിരുന്നത്. അവർക്കതായിരുന്നു ആക്ഷേപമുണ്ടായിരുന്നത്. പക്ഷേ അവർ ഇന്നലെ ഇബ്നു ഡസ്കയിൽ വഴി ഉണ്ടാക്കുക എന്ന കാരണം പറഞ്ഞ് ഇത്രയും സ്ഥലം ഞങ്ങൾ എടുക്കുമെന്നും ബുൾഡോസർ കൊണ്ട് സ്ഥലം നിരപ്പാക്കുമെന്നെല്ലാം പറഞ്ഞ് നേരത്തെ നോട്ടീസ് അയക്കുകയും ചെയ്തിരുന്നു. മസ്ജിദിലെ കുളിമുറിയുടെ കുറച്ച് ഭാഗം ഇതിൽ വരുമായിരുന്നു. എന്നാൽ ബുൾഡോസർ കൊണ്ടുവന്നപ്പോൾ മൗലവിമാർ പറഞ്ഞതനുസരിച്ച് മുഴുവൻ പള്ളിയും തകർത്ത് അതിന് ഷഹീദാക്കി. ഇത് വളരെ പുരാതന പള്ളിയായിരുന്നു. പാർട്ടീഷന് മുമ്പ് അതിർത്ത് ചൗധരി സഫറുല്ല ഖാൻ സാഹിബാണ് ഇത് ഉണ്ടാക്കിയതെന്ന് തോന്നുന്നു. ഏതായിരുന്നാലും ഇന്ന് ഇവർ ഒരുപാട് അതിരുകടക്കുകയാണ്. അള്ളാഹു തന്നെ അവരെ എത്രയും വേഗം പിടികൂടുന്നതിനുള്ള സംവിധാനം ഒരുക്കുമാറാകട്ടെ. അവരുടെ കുതന്ത്രങ്ങൾ അവർക്ക് തന്നെ തിരിച്ചടിക്കുമാറാകട്ടെ. അതുകൊണ്ട് അഹമ്മദികൾ, പ്രത്യേകിച്ച് പാകിസ്ഥാനിലെ അഹമ്മദികൾ ദുആകളിലേക്ക് ഒരുപാട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ഫലസ്തീനെ സംബന്ധിച്ച് കരാറുണ്ടാക്കുന്നു. ചില സമയത്ത് അതായിക്കഴിഞ്ഞു എന്ന് പറയുന്നു, ചിലപ്പോൾ ആയിട്ടില്ല എന്നും പറയുന്നു. കരാറിന് ശേഷം വീണ്ടും അവിടെ അതേ സംഭവങ്ങൾ ആവർത്തിക്കുകയാണ്. ഇത് ചില ആളുകൾ ഇതേ തുടർന്ന് അനാവശ്യമായ രീതിയിലുള്ള സന്തോഷ പ്രകടനത്തിലുമാണുള്ളത്. പക്ഷെ ഒരു കാര്യം ഓർക്കുക, ദജ്ജാലി ശക്തികളെ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. അവർ ഒന്ന് പറയുകയും മറ്റൊന്ന് ചെയ്യുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ഒരുപാട് സന്തോഷത്തിൽ കഴിയേണ്ട കാര്യമൊന്നുമില്ല. അവർക്ക് വേണ്ടിയും ഒരുപാട് ദുആ ചെയ്യേണ്ടിയിരിക്കുന്നു. മുസ്ലിങ്ങൾ ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചുകൊണ്ട് തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കേണ്ടതാണ്. അള്ളാഹു മുസ്ലിം സമൂഹത്തിന് വിവേകം നൽകുമാറാകട്ടെ. ഇനി ഈ സമയത്ത് ഞാൻ ചില മർഹൂമീങ്ങളെയും അനുസ്മരിക്കുന്നതും ജനാസ ഗായിബ് നമസ്കരിക്കുന്നതുമാണ്.
ആദ്യത്തെ അനുസ്മരണം ഷേഖ് മുബാറക് അഹമ്മദ് സാഹിബിനെ സംബന്ധിച്ചാണ്. ഇദ്ദേഹം സദർജമൻ അഹമ്മദിയ റബുവയിൽ നാസർ ദീവാനായിരുന്നു. ജനുവരി 11-ാം തീയതി 77-ാമത്തെ വയസ്സിൽ വഫാത്തായി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മർഹൂം മൂസയും ജന്മന അഹമ്മദിയുമായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാമഹൻ ഷേഖ് മുഹമ്മദ് ദീൻ സാഹിബ് 1938 ബയ്യത്ത് ചെയ്തു. ഗുരുദാസ്പൂരിലെ ബട്ടാല താലൂക്കിലെ കഥാനങ്കൽ സ്വദേശിയായിരുന്നു. ഷേഖ് മുബാറക് സാഹിബ് ബി എഡ് കരസ്ഥമാക്കിയതിനു ശേഷം 66 മുതൽ 81 വരെ ഏകദേശം 15 വർഷം അധ്യാപകനായി താലീമുൽ ഇസ്ലാം സ്കൂളിൽ സേവനം ചെയ്തു. ഇതുകൂടാതെ 73-ൽ സ്കൂൾ നാഷണലൈസ്ഡ് ആക്കിയതിനു ശേഷം അദ്ദേഹം മറ്റ് പല സ്കൂളുകളിലും സർക്കാർ സർവീസ് ചെയ്തിട്ടുണ്ട്. അധ്യാപന ജോലിക്ക് പുറമെ 40 വർഷത്തോളം അദ്ദേഹത്തിന് ജമാഅത്ത് സേവനവുമുണ്ട്. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസിന്റെ സവിധത്തിൽ അദ്ദേഹം 1982-ൽ വഖഫിനു വേണ്ടി അപേക്ഷിച്ചു. അത് അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തു. 1982-ൽ ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി തആല അദ്ദേഹത്തെ സംസ്ഥാന ജൂബിലിയുടെ നായിബ് വക്കീലായി നിയമിച്ചു. പിന്നെ നായിബ് വക്കീൽ മാൽ ആയും സേവനം ചെയ്തിട്ടുണ്ട്. സർജമൻ അഹമ്മദിയ അഡീഷണൽ നാസർ ബൈത്തുൽ മാലായും സേവനം ചെയ്തിട്ടുണ്ട്. തുടർന്ന് നാസർ ബൈത്തുൽ മാലായും പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം നാസർ ദീവാൻ, നാസർ റിഷ്താനാത്ത തുടങ്ങിയ പദവികളിലും നീണ്ടകാലം ജമാഅത്തിൽ സേവന നിരതരായിരുന്നു. അതുപോലെ പോഷക സംഘടനകളായ അൻസാറുള്ള, ഇൽ കായദ്, ഖുദ്ദാമുൽ അഹമ്മദിയ മുഹത്തമിം തുടങ്ങിയ പദവികളും വഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹോദരി പുത്രനും ജമാതാവുമായ ഏസാൻ മുഹമ്മദ് സാഹിബ് മുറബിയാണ്. അദ്ദേഹം പറയുന്നു, ഖിലാഫത്തിനോട് ആത്മാർത്ഥമായ കൂറുണ്ടായിരുന്നു. അദ്ദേഹം എപ്പോഴും ഈ ബന്ധം നിലനിർത്തുന്നതിനും സാമ്പത്തിക കാര്യങ്ങളിൽ മുറബിമാർ ഇടപെടുന്നതെന്നും ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു. നമസ്കാര കാര്യങ്ങളിൽ പ്രത്യേക ശുഷ്കാന്തി പുലർത്തുകയും അവസാനം വരെയും നമസ്കാരങ്ങൾ പള്ളിയിൽ വന്ന് തന്നെ അനുഷ്ഠിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. എപ്പോഴും ജമാഅത്തിൻ്റെയും മറ്റ് സ്വകാര്യ സദസ്സുകളിലും ഖിലാഫത്തുമായിട്ടുള്ള ബന്ധത്തെ സംബന്ധിച്ച് ഉപദേശിക്കുകയും തൻ്റെ മക്കളും ബന്ധമുള്ളവരാകണമെന്ന് പറയുകയും ചെയ്തിരുന്നു. താൻ എല്ലാ കാര്യവും ഖലീഫത്തുൽ മസീഹിന് എഴുതാറുണ്ടെന്നും ഒന്നും മറച്ചു വെക്കാറില്ലെന്നും തെറ്റാണെങ്കിൽ അതും എഴുതി അറിയിക്കാറുണ്ടെന്നും അങ്ങനെ അതിൽ മാറ്റം വരുത്താൻ കഴിയുന്നതും തനിക്ക് പ്രയോജനമുണ്ടാകുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അദ്ദേഹം തൻ്റെ വഖഫ് നല്ല പോലെ നിറവേറ്റി ഞാനും കണ്ടിട്ടുണ്ട്. എന്നോടൊപ്പം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം ദീനിനെ ദുനിയാവിനേക്കാൾ മുന്തിക്കും എന്നതിൻ്റെ ഒരു മാതൃകയായിരുന്നു. അദ്ദേഹം എപ്പോഴും ലളിതമായി ജീവിക്കുകയും കൂടുതൽ സമയം സേവനത്തിൽ നൽകുകയും ചെയ്തു. പര്യടനങ്ങൾ നടത്തുകയും തിരിച്ചു വന്ന് ഓഫീസിൽ ഹാജരാവുകയും വൈകുന്നേരം വീണ്ടും പര്യടനത്തിന് പോവുകയും ചെയ്യുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ രീതി. തനിക്ക് സേവനത്തിന് കൂടുതൽ അവസരങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കണമെന്നുള്ള ആഗ്രഹത്തിലായിരുന്നു. ഒരിക്കൽ രോഗിയായപ്പോൾ മക്കളാരോ വിശ്രമിക്കുന്നതിന് വേണ്ടി പറഞ്ഞ സമയത്ത് അദ്ദേഹം പറഞ്ഞു, എൻ്റെ റിട്ടയർമെൻറ്റ് എൻ്റെ വഫാത്ത് സമയത്തായിരിക്കും ഉണ്ടാവുക. ഓഫീസുകളുടെ ജീവനക്കാരും അദ്ദേഹത്തോട് സന്തോഷത്തിലായിരുന്നു. എപ്പോഴും തങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുമെന്നും കാര്യങ്ങൾ അവലോകനം ചെയ്യുകയും പൂർത്തിയാക്കാൻ ശ്രമിക്കുകയും ഞങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അദ്ദേഹം ശ്രദ്ധിക്കുന്നുവെന്നും അവർ പറയുമായിരുന്നു. ഗ്രന്ഥപാരായണത്തിന് അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നു. വീട്ടിൽ എല്ലാ സമയത്തും പുസ്തകങ്ങൾ വായിച്ചു കൊണ്ടിരിക്കുമായിരുന്നു. ഹദ്റത്ത് മസീഹ് അലി ഇസ്ലാമിൻ്റെ പുസ്തകങ്ങളും മൽഫൂസാത്തും വളരെ ആഴത്തിൽ വായിച്ചിരുന്നു. കുട്ടികളെയും അതിനുവേണ്ടി ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു. ജമാഅത്തിൻ്റെ നിയമാവലിയെപ്പറ്റി നല്ല ഗ്രാഹ്യമുണ്ടായിരുന്നു. തീരുമാനമെടുക്കുന്നതിനുള്ള കഴിവും അപാരമായിരുന്നു. അദ്ദേഹത്തിന് അള്ളാഹു കഴിവുകൾ നൽകിയിരുന്നു. ജമാഅത്തി നിയമാവലി റിവിഷൻ ചെയ്ത കമ്മിറ്റിയിലും അദ്ദേഹം ഉണ്ടായിരുന്നു. നല്ല അഭിപ്രായങ്ങളാണ് അദ്ദേഹം നൽകിയത്. കറാച്ചിയിലെ ബൈത്തുൽമാൽ ഇൻസ്പെക്ടർ സയ്യിദ് ദാവൂദ് പറയുന്നു, 23 വർഷക്കാലം ബൈത്തുൽമാലിൽ ഷേഖ് സാഹിബിൻ്റെ കീഴിൽ ജോലി ചെയ്തിട്ടുണ്ട്. വളരെ സ്നേഹപൂർവ്വം ഞങ്ങളോട് ജോലി ചെയ്യിപ്പിച്ചിരുന്നു. അബദ്ധങ്ങൾ സംഭവിക്കുമ്പോൾ അവിടെ തന്നെ ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തന്നിരുന്നു. നല്ല രീതിയിൽ ജോലി ചെയ്യുമ്പോൾ പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഓഫീസിലെ ഓരോ ജീവനക്കാരനും ഷെയ്ഖ് സാഹിബിന് തന്നോടാണ് കൂടുതൽ ബന്ധമുള്ളതെന്ന് കരുതിയിരുന്നു. ഓരോ ജീവനക്കാരൻ്റെയും വീട്ടിലെയും ഫീൽഡിലെയും പ്രശ്നങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും സാധ്യമാകുന്നത്ര സഹായിക്കുകയും ചെയ്തിരുന്നു. അള്ളാഹു അദ്ദേഹത്തോട് പൊറുമയോടെയും കരുണയോടെയും വർത്തിക്കുമാറാകട്ടെ.
അദ്ദേഹത്തിന് ഭാര്യയ്ക്ക് പുറമെ 6 പെൺമക്കളും ഒരു മകനും ഉണ്ട്. രണ്ടാമത്തെ അനുസ്മരണം മുഹമ്മദ് മുനീർ അദീൽ ബി സാഹിബിനെ കുറിച്ചുള്ളതാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം 76-ാമത്തെ വയസ്സിൽ വഫാത്തായി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹത്തിന് 3 ആൺമക്കളും ഒരു മകളുമാണുള്ളത്. എല്ലാവരും ഖത്തറിലാണ് താമസിക്കുന്നത്. മുസ്ലിം ദാറൂബി സാഹിബ് എഴുതുന്നു, അദ്ദേഹം മുഖേനയാണ് ഞാനും എൻ്റെ സഹോദരനും അഹമ്മദിയത്ത് സ്വീകരിച്ചത്. അദ്ദേഹം കർമ്മനിരതനായ മുബല്ലിഗും ബുദ്ധിശാലിയും നിരവധി അഹമ്മദിയ തബ്ലീഗ് പുസ്തകങ്ങളുടെ കർത്താവുമായിരുന്നു. 1984 ആരംഭത്തിലാണ് അദ്ദേഹം ബൈഅത്ത് ചെയ്തത്. അദ്ദേഹം ഖലീഫത്തുൽ മസീഹ് റാബിയുമായി കൂടിക്കാഴ്ച നടത്തുകയും പിന്നെ ലണ്ടനിൽ തന്നെ ദീർഘകാലം വസിക്കുകയും ചെയ്തു. ലക്കാമാൽ അറബ് പ്രോഗ്രാമുകളും മറ്റു ചില പ്രോഗ്രാമുകളും തർജ്ജമ ചെയ്തിട്ടുണ്ട്. 10-ൽ അധികം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അവയിൽ 7 പുസ്തകങ്ങൾ ജമാഅത്തിന്റെ തബ്ലീഗ് സംബന്ധമായ വിഷയങ്ങളിൽ അധിഷ്ഠിതമാണ്. ഒരുപാട് പിന്നീടാണ് വന്നതെങ്കിലും നിരവധി സേവനങ്ങളാണ് അദ്ദേഹം ചെയ്തു പോയത്. ഷാമിലെ ജമാഅത്ത് തബ്ലീഗ് താലീം തർബിയത്ത് സെക്രട്ടറിയായി സേവനം ചെയ്തിട്ടുണ്ട്. ഡസൻ കണക്കിന് ആളുകൾ അദ്ദേഹം മുഖേന ജമാഅത്ത് സംവിധാനത്തിൽ ചേർന്നിട്ടുണ്ട്. മോഷറബ് എന്ന സ്ഥലത്ത് അദ്ദേഹം മുഖേനയാണ് ജമാഅത്ത് എത്തിയത്. ഇത് കാരണം അദ്ദേഹത്തിന് എതിരാളികൾ അദ്ദേഹത്തിൻ്റെ കാറിനെ ഒരിക്കൽ തീയിടുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ വാദപ്രതിവാദങ്ങൾക്കും സിറ്റിങ്ങുകൾക്കും കാരണം അദ്ദേഹത്തെപ്പറ്റി അധികമാർക്കും പരാതികൾ നൽകുകയും അത് കാരണം അവരെ മുഷറബ് എന്ന സ്ഥലത്തുണ്ടായിരുന്ന ചില ആളുകളോടൊപ്പം 1989 ഇതിനു മുമ്പുണ്ടായിരുന്ന സർക്കാർ അദ്ദേഹത്തെ മാസങ്ങളോളം ജയിലിലടയ്ക്കുകയുമുണ്ടായി. ഷാമിലെ അവസ്ഥകൾ മോശമായതിനെ തുടർന്ന് അദ്ദേഹം തന്റെ മക്കളെയും കൂട്ടി ഖത്തറിലേക്ക് പോയി. സിറിയ ജമാഅത്ത് സദർ വസീം സാഹിബ് എഴുതുന്നു, അദ്ദേഹം നിരവധി പുസ്തകങ്ങൾ രചിച്ചുകൊണ്ട് അഹമ്മദിയ ഗ്രന്ഥാലയം നിറയ്ക്കുകയുണ്ടായി. അഹമ്മദിയ അധ്യാപനങ്ങൾ അദ്ദേഹം ലളിതമായ രീതിയിൽ വ്യക്തമാക്കി. അദ്ദേഹം മുഖേന ഒരുപാട് ആളുകൾ അഹമ്മദിയത്തിൽ ചേർന്നു. ബാസിൽ അദീൽ ബി സാഹിബ് പറയുന്നു, അദ്ദേഹം തന്റെ മുഴുവൻ ജീവിതവും ജമാഅത്തിന്റെ സേവനത്തിന് വേണ്ടി സമർപ്പിച്ചിരുന്നു. ഖിലാഫത്തിന്റെ പ്രേമിയുമായിരുന്നു. ഖലീഫത്തുൽ മസീഹ് റാബിഹിനു വേണ്ടി ഇംഗ്ലീഷിൽ നിന്നും അറബിയിലേക്ക് തർജ്ജമകളും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ജമാഅത്തിന്റെ യോദ്ധാവായിരുന്നു. അഹമ്മദിയത്തിന്റെ പ്രചാരണത്തിന് വേണ്ടി തന്റെ ജീവിതം അദ്ദേഹം അർപ്പിക്കുകയുണ്ടായി. അദ്ദേഹം സിറിയയിലുള്ള നിരവധി അഹമ്മദികളുടെ സന്മാർഗത്തിന് കാരണമായി. അദ്ദേഹം തബ്ലീഗ് ആവശ്യാർത്ഥം നിരവധി രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. 2013 സിറിയയിലെ പ്രതിസന്ധി കാരണം ഖത്തറിലേക്ക് താമസം മാറ്റി. അവിടെ ഫേസ്ബുക്കിൽ അഹമ്മദിയത്തിനെയും ഖിലാഫത്തിനെയും പറ്റി എഴുതിക്കൊണ്ടിരുന്നു. താല്പര്യമുള്ള ആളുകൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം നല്ല വാക്ചാതുരിയുള്ള പ്രാസംഗികനുമായിരുന്നു. ഖുറാനിൽ നിന്നും സുന്നത്തിൽ നിന്നും ഹദരത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിന്റെ സന്ദേശത്തിന്റെ സത്യസാക്ഷ്യത്തിനുള്ള തെളിവുകളും സാക്ഷ്യങ്ങളും വളരെ ആഴത്തിൽ മനസ്സിലാക്കിയിരുന്നു. അദ്ദേഹം ഖിലാഫത്തിന്റെ മഹത്വത്തെപ്പറ്റിയും ഖിലാഫത്തിനെ പ്രതിരോധിച്ചുകൊണ്ടും ഇംഗ്ലീഷിൽ നിന്നും അറബിയിലേക്ക് നിരവധി പുസ്തകങ്ങൾ തർജ്ജമ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം തന്റെ വ്യക്തിത്വവും തന്റെ തൂലികയും ജീവിതവും അഹമ്മദിയത്തിന്റെ പ്രചാരണത്തിന് വേണ്ടി അർപ്പിച്ചിരിക്കുകയായിരുന്നു. തന്റെ നിലപാടുകളും ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്ദേശത്തിന്റെ സത്യശാസ്ത്രത്തിലുള്ള വിശ്വാസവും കാരണം അദ്ദേഹത്തിന് തന്റെ കുടുംബത്തിലും ദമിഷ്കിലെ സമൂഹത്തിനുമിടയിൽ ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. എഴുതുന്നു, എനിക്ക് അദീൽ ബി സാഹിബ് മുഖേനയാണ് അഹമ്മദിയത്തിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞത്. ഖാലിദ് ഉസാമ സാഹിബിന് അദ്ദേഹത്തിന്റെ ദജ്ജാലിനെ കുറിച്ചുള്ളൊരു പുസ്തകം എവിടെയെന്നോ കിട്ടുകയുണ്ടായി. എനിക്ക് ഈ പുസ്തകം വളരെ ഇഷ്ടപ്പെട്ടു. അത് എൻ്റെ എല്ലാ കാര്യങ്ങളും മാറ്റിമറിച്ചു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മുർത്തദിന്റെ വാദത്തെയും പിന്നെ ജിന്നുകളെ സംബന്ധിച്ച പുസ്തകത്തെയും സംബന്ധിച്ച് വായിച്ചു. തുടർന്ന് അദ്ദേഹവുമായി ഫോണിൽ ബന്ധപ്പെട്ടു. പിന്നെ ഞാനും ഖാലിദ് ഉസാം സാഹിബും ബയ്യത്ത് ചെയ്തു. മർഹം അതിനെപ്പറ്റി അറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷിക്കുകയുണ്ടായി. ഖത്തർ ജമാഅത്ത് സദർ ഡോക്ടർ ഇമ്രാൻ റഹ്മാൻ സാഹിബ് പറയുന്നു, അദ്ദേഹം വളരെയേറെ വിനയാന്വിതനായിരുന്നു. ജമാഅത്ത് സംവിധാനവുമായി ശക്തമായ ബന്ധമുണ്ടായിരുന്നു. ഖിലാഫത്തിനോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹവും അനുസരണവും അനിതര സാധാരണമായിരുന്നു. MTA മുഖേന ഖുത്തുബകൾ ഇവിടെ കേൾക്കുകയും മറ്റു പ്രോഗ്രാമുകൾ കാണുകയും എന്നോട് സംബന്ധിച്ച് വളരെയേറെ പറയുകയും ചെയ്തിരുന്നു. സാമ്പത്തിക ത്യാഗത്തിൽ മുൻപന്തിയിലായിരുന്നു. ചന്ത എത്രയും ആദ്യം കൊടുത്തു തീർക്കുന്നത് ഉറപ്പാക്കിയിരുന്നു. അദ്ദേഹത്തിന്റെ വഖഫ് ജദീദ്
ചന്ത ബാക്കിയുള്ളത് വന്ന് മുഴുവനും വാങ്ങിക്കൊണ്ടു പോവുക എന്ന് വഫാത്തിന് കുറച്ചു ദിവസം മുമ്പ് അദ്ദേഹം എന്നെയും മുറബി സാഹിബിനെയും മാൽ സെക്രട്ടറിയും വീട്ടിലേക്ക് വിളിപ്പിച്ച് പറയുകയുണ്ടായി. തെറ്റായ റിപ്പോർട്ട് കാരണം അവിടെയുള്ള സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ അന്വേഷിച്ചു വരികയും അദ്ദേഹത്തെ പിന്നീട് വെറുതെ വിടുകയും ചെയ്തു. പഴയ കാര്യങ്ങളാണ് അവർ പറയുന്നത്. 1988 അദ്ദേഹത്തിന് ഷാമിലുണ്ടായ അനുഭവമാണ്. അദ്ദേഹത്തെ പറ്റി ഒരാൾ എഴുതുന്നു, ഷാമിൽ TV പ്രോഗ്രാമുകളിൽ നിരവധി തവണ അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു. അവിടെ അദ്ദേഹം ഇസ്ലാമിൽ മുർത്തദുകളുടെ ശിക്ഷ നിരാകരിച്ചുകൊണ്ട് അറിയപ്പെടുന്ന പണ്ഡിതന്മാരുമായി തർക്കിച്ചു. തുടർന്ന് അദ്ദേഹത്തെ വധിക്കുന്നതിനുള്ള ഭീഷണികൾ ലഭിച്ചു. അതിൽ ചിലത് ഓൺലൈനിലൂടെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കൽ ഫേസ്ബുക്ക് ഉപയോഗിച്ചിരുന്നു. അതിൽ ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ലിഖിതങ്ങളുടെ ഉദ്ധരണികളും ഷെയർ ചെയ്തിരുന്നു. അത് അഹമ്മദികളും അനഹമ്മദികളും എല്ലാം ഫോളോ ചെയ്തിരുന്നു. അദ്ദേഹം തൻ്റെ മുഴുവൻ ജീവിതവും അവസാന ശ്വാസം വരെയും തൻ്റെ മസീഹിൻ്റെ വാക്കുകൾ മുഖേന അടിയുറച്ചു നിൽക്കുകയുണ്ടായി. ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിൻ്റെ സന്ദേശവും അള്ളാഹുവിൻ്റെ സത്യദീൻ പരത്തണമെന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത. അദ്ദേഹം കിട്ടുമ്പോഴെല്ലാം അവിടെ ഇരുന്ന് അഹമ്മദീയത്തിൻ്റെ സന്ദേശ പ്രചാരണത്തിലേക്കും ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു സത്യസാക്ഷ്യത്തിലേക്കും സംസാരങ്ങൾ തിരിക്കുന്നതിനുള്ള ഒരു സന്ദർഭവും അദ്ദേഹം പാഴാക്കിയില്ല. അള്ളാഹു അദ്ദേഹത്തോട് പുറമയോടെയും കരുണയോടെയും വർത്തിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ മക്കൾക്കും നന്മകൾ തുറന്നു കൊണ്ടുപോകാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ പദവികൾ ഉയർത്തുമാറാകട്ടെ. മൂന്നാമത്തെ അനുസ്മരണം അബ്ദുൽ ബാരി താരിഖ് സാഹിബിനെ കുറിച്ചാണ്. അദ്ദേഹം റബുവിലെ വഖഫ് ദീദിൽ കമ്പ്യൂട്ടർ സെക്ഷൻ ഇൻചാർജ് ആകുന്നു. കഴിഞ്ഞ ദിവസം വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രപിതാമഹൻ ചൗധരി മുഹമ്മദ് യാർ ഗഡ്രിയ ജില്ല സിയാൽകോട്ട് മുഖേനയാണ് അഹമ്മദീയത്ത് എത്തിയത്. അദ്ദേഹം 1903 കത്ത് മുഖേന ബയ്യത്ത് ചെയ്ത് അഹമ്മദീയത്ത് സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ പിതാമഹൻ ചൗധരി ഗുലാം ഖാദിർ സാഹിബ് ജന്മന അഹമ്മദിയായിരുന്നു. അദ്ദേഹം MSc കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുകയും കറാച്ചിയിൽ ജോലി ചെയ്യുകയും ചെയ്തിരുന്നു. പിന്നെ അദ്ദേഹത്തിന് ക്യാൻസർ രോഗം വന്നു. അതിൽ നിന്നാണ് രോഗശമനം വന്നതെങ്കിലും വീണ്ടും ക്യാൻസർ ഉണ്ടായി. പിന്നെ അദ്ദേഹം ഖലീഫത്തുൽ മസീഹ് റാബിൻ്റെ സമുദ്രത്തിൽ എഴുതിയപ്പോൾ അദ്ദേഹം ഹോമിയോപ്പതി മരുന്ന് അയച്ചു കൊടുത്തു. ഹോമിയോ ചികിത്സ നടത്താനും പറഞ്ഞു. അതോടൊപ്പം അദ്ദേഹം വഖഫിനുള്ള അപേക്ഷയും നൽകി. അത് ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് റാബി സ്വീകരിച്ചു. അദ്ദേഹത്തെ തഹ്രീക്ക് ജദീദിലേക്ക് അയക്കുകയും പിന്നെ വഖഫ് ജദീദിൽ നിയമിക്കുകയും ചെയ്തു. എല്ലാ ഓഫീസുകളും കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്യണമെന്നത് കൂടാതെ മറ്റ് ഓഫീസുകളിലും അവിടെയുള്ള ജമാഅത്തിൻ്റെ മറ്റ് സ്കൂളുകളിലും സേവനം ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാൻ പുറത്തുള്ള അഹമ്മദിയ ഹോസ്പിറ്റൽ കാനു, നൈജീരിയ അഹമ്മദിയ ഹോസ്പിറ്റൽ ബെനിൻ എന്നിവയാണ്. അത് കമ്പ്യൂട്ടർ ചെയ്യാനുള്ള തൗഫീഖ് ലഭിച്ചിട്ടുണ്ട്. കാനുവിലെ ഡോക്ടർ സാഹിബ് പറയുന്നു, ഞങ്ങൾ കമ്പ്യൂട്ടറൈസ് ചെയ്യാൻ ഉദ്ദേശിച്ചപ്പോൾ ലക്ഷക്കണക്കിന് ഡോളറുകളുടെ എസ്റ്റിമേറ്റാണ് അവർ തന്നത്. എന്നാൽ ഇദ്ദേഹം അവിടെ വരികയും ഒരു മാസം താമസിച്ച് വളരെ ചെറിയ സംഖ്യയിൽ എല്ലാ ജോലികളും നിർവഹിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ സന്തത്വ കുടുംബത്തിൽ മാതാവ്, ഭാര്യ, ഒരു മകൻ, 5 സഹോദരങ്ങൾ, സഹോദരിമാർ എന്നിവർ ഉൾപ്പെടുന്നു. രോഗം വന്നപ്പോൾ രോഗശമനം വന്ന ശേഷം വഖഫ് ചെയ്യാമെന്നും ശപഥം ചെയ്തിരുന്നു. പിന്നെ അദ്ദേഹം 21 വർഷക്കാലം വഖഫിൻ്റെ ആത്മാവനുസരിച്ച് രാപ്പകൽ നോക്കാതെ ജോലി ചെയ്തുകൊണ്ടിരുന്നു. അദ്ദേഹം സ്ഥാപിച്ച മാതൃക വഖഫ് ചെയ്ത എല്ലാവർക്കും അനുകരണീയമാണ്. അൻസാറുള്ള മർക്കസിയിൽ കായിദ എന്ന നിലയ്ക്ക് പ്രവർത്തിച്ചിരുന്നു. അവിടെ പോകുന്നതിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്ന് വഫാത്തായതാണ്. സദർ അൻസാറുള്ള ഡോക്ടർ സുൽത്താൻ സാഹിബ് പറയുന്നു, അദ്ദേഹം സംഘാടകനും ജമാഅത്തിൻ്റെയും ഖിലാഫത്തിൻ്റെയും വളരെ കൂറുള്ള വ്യക്തിയും ആയിരുന്നു. അദ്ദേഹം തൻ്റെ വഖഫ് വളരെ കൂറോടുകൂടി പൂർത്തിയാക്കി. അദ്ദേഹം ദീനീ സേവനത്തിൽ എപ്പോഴും മുഴുകിയിരുന്നു. അതിൽ മുഴുകുന്നതിൽ അദ്ദേഹം സന്തോഷം കണ്ടെത്തിയിരുന്നു. ആരോ ഒരാൾ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ആളുകൾക്ക് സേവനം ചെയ്യുമ്പോൾ സോഫ്റ്റ്വെയറും മറ്റും ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് അധ്വാനമുണ്ട്, അതിനുള്ള കൂലി വാങ്ങേണ്ടതാണ്. അദ്ദേഹം പറഞ്ഞു,
ഞാൻ വഖഫ് ചെയ്ത ആളാണ്. എൻ്റെ പ്രതിഫലം എനിക്ക് അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് കിട്ടും. ഞാൻ പറഞ്ഞു വന്നതുപോലെ അദ്ദേഹം വഖഫിൻ്റെ കർത്തവ്യങ്ങൾ യഥാവിധി നിറവേറ്റി. വഖഫിൻ്റെ അനുഗ്രഹങ്ങളിൽ അദ്ദേഹത്തിന് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. അവസാന ശ്വാസം വരെയും അദ്ദേഹം തൻ്റെ ശബ്ദം പൂർത്തിയാക്കുകയും ചെയ്തു. അള്ളാഹു അദ്ദേഹത്തോട് കരുണയോടെയും പുറമയോടെയും വർത്തിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.